എല്ലാ വീക്കെൻഡും എവിടെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്നാണ് ഞാനെപ്പോഴും പറയാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബീച്ചിൽ പോയാലോ എന്നൊരു പൂതി തോന്നി. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വളരെ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള എൻട്രൻസ് ഒക്കെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവിടെ ഗെയിംസിൻ്റെ ഒക്കെ കുറേ സെക്ഷൻ കണ്ടത്. പിന്നെ ഗെയിംസ് കണ്ട എൻ്റെ കെട്ടിയവന് പ്രത്യേക ഒരു സൈഡ് വലിയുണ്ട്. ആദ്യം തന്നെ 20 ദർഹത്തിൻ്റെ ഒരു ഗെയിം കളിച്ച്, അത് പിന്നെ അട്ടവട്ടലം 3G. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഇത് കളിക്കാൻ പറഞ്ഞു. പിന്നെ ഇതാകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടുന്ന ഉറപ്പ്. അങ്ങനെ 40 ദർഹം കൊടുത്തിട്ട് ഒരു വലയും കിട്ടി. ഇനി ഈ വല വെച്ച് കൈ നനയാണ്ട് മീനിനെ പിടിക്കണം, ഡക്കിനെ പിടിക്കണം. എല്ലാ ഡക്കിന്റെയും പുറകിലും ഓരോ നമ്പർ ഉണ്ട്. അത് ടോട്ടൽ ആഡ് ചെയ്താണ് പ്രൈസ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇവർ പറഞ്ഞത് 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ അത് ഉടായിപ്പാന്ന് പിന്നെ മനസ്സിലായി. കാരണം അവിടെയുള്ള എല്ലാവർക്കും ആകെ 1ഉം 2ഉം മാത്രമാണ് പോയിന്റ്സ് കിട്ടിയത്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് 4 ഡക്കിനെ ഒരു വെളിയിലിട്ട്. ഇനി ടോട്ടൽ എത്ര പോയിന്റ്സ് കിട്ടിയെന്ന് നോക്കാം. ഒരുമാതിരി ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് നോക്കുന്ന കണക്കായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ബെസ്റ്റ്, ഞങ്ങൾക്ക് കിട്ടിയതാകെ 5 പോയിന്റാ. ഈ ഒരു പോയിന്റിന് മീഡിയം സൈസിലുള്ള ഏതെങ്കിലും ഒരു ടോയ് സെലക്ട് ചെയ്യും. അവരവന് 2 ഓപ്ഷൻ കൊടുത്തു. അവൻ അവന്റെ ഫേവറേറ്റ് ഡൈനോസറിനെ തന്നെ സെലക്ട് ചെയ്തു. റേയു എവിടെ? റേയുന്റെ ടോയ് എവിടെ? മറ്റേത് പുള്ളിക്കാരന് പിന്നെ എന്ത് ഗിഫ്റ്റ്? കിട്ടിയ സാധനം അവിടെ ഇട്ടിട്ട് വന്നിരിക്കുന്നു. എന്നാലും 60 ദർഹം, ഇന്ത്യൻ റുപ്പി ഏകദേശം 1400 രൂപ മുടക്കിയിട്ടാണല്ലോ ഈ സാധനത്തിനെ വാങ്ങിയതെന്ന് ആലോചിക്കുമ്പോഴാണ്. 1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? അപ്പൊ ഇതുപോലെ അനാവശ്യമായി പൈസ ചെലവാക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ പെട്ടെന്ന് അങ്ങ് മെൻഷൻ ചെയ്തോ.